അനന്തപുരിയെ ഭക്തിസാന്ദ്രമാക്കി കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല. പതിനായിരങ്ങളാണ് കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയത്. രാവിലെ 9:40-ന് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൊങ്കാലക്കളത്തിലെ പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് തുടക്കമായത്. ഉച്ചയ്ക്ക് 2:15-ന് ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല തർപ്പണം നടക്കും. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, കരിക്കകത്ത് പൊങ്കാല മഹോത്സവമാണ്. പൊങ്കാല ഇട്ടതിന് ശേഷം ഇനി അത് നേദിക്കാനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ. 2:15-നാണ് നേദിക്കുക എന്നറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ദേവിക സൂചിപ്പിച്ചതുപോലെ ഇനി വളരെ ചുരുക്കം സമയം മാത്രമാണ് ഉള്ളത് പൊങ്കാല നിവേദ്യ ചടങ്ങുകൾക്കായി, പൊങ്കാല തർപ്പണ ചടങ്ങുകൾക്കായി ഉള്ളത്. അതിന്റെ അവസാനഘട്ട ഒരുക്കത്തിലും ഒപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പൂജകളിലും ഒക്കെയാണ് ക്ഷേത്ര പരിസരം. ഒപ്പം തന്നെ ഭക്തിമുഖരിതമാണ് അന്തരീക്ഷം. 2:15-ന് ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നിന്ന് പ്രത്യേകമായി ഉടവാൾ ഈ ഒരു പൊങ്കാല ദിവസം മാത്രമാണത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ പൊങ്കാല തർപ്പണത്തിന്റെ ഭാഗമായി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ഉടവാൾ ഈ പൊങ്കാലക്കളത്തിലേക്ക് എത്തിക്കും. പൊങ്കാലക്കളത്തിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. ആചാരവെടിയും ഒപ്പം തന്നെ വിശേഷാൽ പൂജകളും വായ്ക്കുരവുകളും ചെണ്ടമേളവും ഒക്കെ അകമ്പടിയോട് കൂടിയാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ തർപ്പണ ചടങ്ങുകൾ നടക്കാൻ പോകുന്നതിന്റെ ഒരുക്കങ്ങളിലൊക്കെയാണ്. 200-ലധികം വരുന്ന ശാന്തിക്കാരെയാണ് ഇതിനുവേണ്ടി പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ളത്. ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്താണ് ഇതിന്റെ പൊങ്കാല നടക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ എത്താനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്ഷേത്ര ദർശനം തുടരുകയാണ്. ബാലികമാരൊക്കെ ഇപ്പോഴും താലപ്പൊലി എടുക്കാനൊക്കെ ആയി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ക്ഷേത്രത്തിന്റെ മാനേജർ നമുക്കൊപ്പം ചേരുകയാണ്. ട്രസ്റ്റ് മാനേജറാണ്. ചേട്ടാ, ഇപ്പോൾ അവസാനഘട്ട ഒരുക്കമാണ്. ഇനിയിപ്പോൾ വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും? തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞ് ദൂരസ്ഥലങ്ങളിലേക്ക് പൊങ്കാല തളിക്കുന്നതിനുള്ള പോറ്റിമാരെ വാഹനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ നടന്നു വരികയാണ്. അതുകൂടാതെ കറക്റ്റ് ഉദ്ദേശം 2:15-ന് തന്നെ തന്ത്രി പൊങ്കാലക്കളത്തിലേക്ക് തർപ്പണം നടത്തുന്നതാണ്. അതിനുശേഷം എല്ലാ സ്ഥലങ്ങളിലും ഒരു പൊങ്കാല പോലും ഒഴിവാക്കാതെ എല്ലാ സ്ഥലങ്ങളിലും എത്തി ദേവിയുടെ തീർത്ഥം തെളിച്ച് പൊങ്കാല തർപ്പണം നടത്തുന്ന നടപടികൾ ട്രസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ട്. ചെറിയൊരു മഴയൊക്കെ വരുന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതെ ചെറിയൊരു ഇടയ്ക്ക് ഉത്സവം തുടങ്ങിയ അന്ന് തൊട്ടൊരു ചെറിയൊരു കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും തടസ്സമില്ലാത്ത രീതിയിൽ ദേവിയെ അതെല്ലാം കാത്തു രക്ഷിച്ചു. ഇപ്പോഴും ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴും ചെറിയൊരു ഭയമായിരുന്നു. പക്ഷേ അതും വലിയ ഇതില്ലാതെ അങ്ങ് പോയായിരുന്നു. ഇതുവരെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 200-ലധികം വരുന്ന ശാന്തിക്കാരെയാണ് പ്രത്യേകമായി തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത്. കാരണം ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ എല്ലാ പൊങ്കാല കലങ്ങളിലേക്കും ഈ നിവേദ്യം അർപ്പിക്കാനായ ആളുകൾ എത്തണം. അതുകൊണ്ട് തന്നെ ആ നിവേദ്യ ചടങ്ങുകൾക്ക് ഒരു കോട്ടം വരുത്താതെ എല്ലാ രീതിയിലുമുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ക്ഷേത്ര ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാലചാമുണ്ടിയായും രക്തചാമുണ്ടിയായും ഒപ്പം തന്നെ മഹാചാമുണ്ടിയുമായിട്ടൊക്കെ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവിയെ കണ്ട് ദേവിയുടെ അനുഗ്രഹം വാങ്ങി പൊങ്കാല നിവേദ്യ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ എത്തി പൊങ്കാല അർപ്പിച്ച ഓരോ വിശ്വാസികളും ഉള്ളത്. എന്തായാലും അവസാനവട്ട തയ്യാറെടുപ്പിലും കാത്തിരിപ്പിലുമാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. കരിക്കകം പൊങ്കാല മഹോത്സവത്തിന് അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ പൊങ്കാല കലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകും നൈവേദ്യത്തിന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ക്ഷേത്ര ദർശനം തുടരുകയാണ്. ഭക്തിസാന്ദ്രം തന്നെയാണ് കരിക്കകമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളും വിശേഷങ്ങളുമായി ചേർന്നത് ശാലിനിയാണ്.